സംസ്ഥാനത്ത് വരും ദിവസങ്ങളിലും ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് 8 ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അപ്പോൾ ഷീജയുണ്ട് നമ്മളോടൊപ്പം തിരുവനന്തപുരത്ത്. ശരി, ഇന്നത്തെ മഴയുടെ വിവരങ്ങൾ എങ്ങനെയാണെന്ന് നമുക്ക് ഷീജയോട് ചോദിക്കാം. ഷീജ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് മനു. രാവിലെ മഴയുണ്ടോ? ഇന്ന് പെയ്യാൻ സാധ്യതയുണ്ടോ? രാവിലെ എന്ന് മാത്രമല്ല മനു, രാവിലെയും രാത്രിയിലും ഒക്കെ മഴ തന്നെയാണ് എന്നുള്ളതാണ് നമുക്ക് പറയാനുള്ളത്. കാരണം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി തന്നെ മഴ സംസ്ഥാന വ്യാപകമായി ശക്തിപ്പെട്ട ഒരു അവസ്ഥയിൽ തന്നെയാണുള്ളത്. ഇപ്പോൾ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അലർട്ട് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും തിരുവനന്തപുരം ജില്ലയിൽ മഴയുണ്ടാകും എന്നുള്ള കാര്യമാണ്. അത് ഒരു സമയത്തേക്ക് മാറ്റി എന്ന രീതിയിലാണ്. രാത്രി മുതൽ ഏകദേശം ഒരു വൈകുന്നേരം മഴ തുടങ്ങിയാൽ അത് പുലർച്ചെ വരെ നീണ്ടു നിൽക്കുന്ന രീതിയിൽ മഴ ഈ തിരുവനന്തപുരം ജില്ലയിൽ പല ഭാഗങ്ങളിലായി ലഭിക്കുന്നുണ്ട്. ഇന്നലെയാണെങ്കിൽ രാവിലെ മുതൽ തന്നെ മഴ ശക്തി പ്രാപിച്ച ഒരു സാഹചര്യം. പ്രശ്നം അറിയാവോ? ഈ തിരുവനന്തപുരം ജില്ലയിൽ ഈ മഴ ഇങ്ങനെ പെയ്തു കഴിഞ്ഞാലുണ്ടല്ലോ, രാവിലെ എണീറ്റ് ജോലിക്ക് വരും നമ്മുടെ കാര്യമാണ് കഷ്ടം. കാരണം 5 മണിക്ക് ഷിഫ്റ്റിന് വരണമല്ലോ. എൻ്റെ പൊന്നോ, രാവിലെ എണീക്കുമ്പോൾ എന്തൊരു മഴയാണെന്നറിയാവോ? തണുപ്പ് കാരണം എണീക്കാനും പറ്റത്തില്ല, എന്നാൽ ജോലിക്കിട്ട് വരികയും വേണം. അതുകൊണ്ട് ഈ രാവിലത്തെ പെയ്യുന്നതൊന്നും ഒഴിവാക്കാൻ പറ്റാൻ ചോദിക്കാവോ? മനു, നമ്മൾ ജോലിക്ക് വരുന്നവരുടെ കാര്യം അങ്ങനെയാണെങ്കിൽ പിന്നെ കുഞ്ഞു കുട്ടികളുടെ കാര്യം എന്തായിരിക്കും? കാരണം അവർ രാവിലെ എഴുന്നേറ്റ് സ്കൂളിൽ പോകുന്ന കുട്ടികളൊക്കെയാണ്. ഞാനാണെങ്കിൽ രാവിലെ 6:30 മകനെ സ്കൂളിൽ വിട്ടിട്ട് വരുന്ന വ്യക്തി കൂടിയാണ്. അപ്പോൾ കുഞ്ഞുങ്ങളുടെ സ്ഥിതി എന്തായിരിക്കും എന്നത് കൂടി ആലോചിക്കാമല്ലോ. ഏതായാലും മഴ ഈ രീതിയിൽ തന്നെ തുടരും എന്നുള്ളതിൽ ഒരു സംശയമില്ല. ആ രീതിയിൽ തന്നെയാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിൻ്റെ അറിയിപ്പ് വരുന്നത്. ഇന്നിപ്പോൾ അലർട്ട് പ്രകാരമാണെങ്കിൽ 8 ജില്ലകളിലാണ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത്. പക്ഷേ അലർട്ട് ഇല്ലാത്ത ജില്ലകളിലും മഴ ലഭിക്കുന്നുണ്ട്. കാരണം ഈ അലർട്ടുള്ള ജില്ലകളൊന്ന് പരിശോധിച്ചാൽ ആലപ്പുഴ, കോട്ടയം, എറണാകുളം, തൃശ്ശൂർ, മലപ്പുറം, അതോടൊപ്പം തന്നെ കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത്. പക്ഷേ ഇനിയിപ്പോൾ 10 മണിക്ക് പുതുക്കിയ അലർട്ടുകൾ വരുമ്പോൾ സ്വാഭാവികമായും ഈ അലർട്ടിൽ ഒരു മാറ്റമുണ്ടാകും. തിരുവനന്തപുരം ജില്ലയിലൊക്കെ ഈ മഴ ഇങ്ങനെ തുടരുന്ന ഒരു സാഹചര്യമാണെങ്കിൽ യെല്ലോ അലർട്ടിലേക്ക് കാര്യങ്ങൾ എത്തും എന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഏതായാലും ഈ രീതിയിലുള്ളൊരു മഴ വരും ദിവസങ്ങളിൽ തുടരും. മനു സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ മഴ ഈ ഓണക്കാലത്ത് ആ രീതിയിൽ തന്നെ തുടരാനുള്ളൊരു സാധ്യത തന്നെയാണ് നിലനിൽക്കുന്നത്. ഒപ്പം തന്നെ കാറ്റിൻ്റെ വേഗത കൂടി നിൽക്കുന്നൊരു സാഹചര്യമുണ്ട്. ബംഗാൾ ഉൾക്കടലിൽ ഒരു ചുഴലിക്കാറ്റ് രൂപപ്പെട്ടിട്ടുണ്ട്. അതിൻ്റെ ശക്തി കുറഞ്ഞിട്ടുണ്ട്. പക്ഷേ എന്നാൽ പോലും അതിൻ്റെ ഒരു സ്വാധീനത്താൽ തന്നെയാണ് ഈ രീതിയിൽ സംസ്ഥാന വ്യാപകമായി മഴ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ഒപ്പം തന്നെ തീരദേശ മേഖലയ്ക്കും മലയോര മേഖലയ്ക്കും നമുക്കറിയാം, നമ്മുടെ ഒരു നാടിൻ്റെ സാഹചര്യം വെച്ച് ഈ ഒരു അലർട്ട് വന്നില്ലെങ്കിൽ പോലും തീരദേശ മേഖലയും മലയോര മേഖലയും വലിയൊരു കരുതലിൽ തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. അതിന് പ്രത്യേകമായിട്ടുള്ള ജാഗ്രതാ നിർദ്ദേശം സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി തന്നെ അതാത് ഘട്ടങ്ങളിൽ പുറപ്പെടുവിച്ച് വേണ്ട മുൻകരുതൽ നടപടികളെല്ലാം സ്വീകരിച്ച് തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. എന്നാലും ജനങ്ങളോട് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി പറയുന്നത് ഈ ഒരു സാഹചര്യത്തിൽ മഴ ശക്തിപ്പെട്ട് നിൽക്കുന്ന സാഹചര്യത്തിൽ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലേക്ക്, മലയോര മേഖലകളിലുള്ള വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലേക്ക് പോകുന്നത് പരമാവധി ഒഴിവാക്കാൻ ജനങ്ങൾ ശ്രദ്ധിക്കണമെന്നുള്ളതാണ്. അതുതന്നെയാണ് നമ്മളും പ്രേക്ഷകരോട് ആവശ്യപ്പെടുന്നത്. അതിപ്പോൾ അലർട്ട് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും മഴ ശക്തിപ്പെട്ടിരിക്കുന്ന സാഹചര്യമാണെങ്കിൽ പരമാവധി വീട്ടിൽ തന്നെ കഴിയാൻ ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. കാരണം ഇപ്പോഴത്തെ മഴ എപ്പോൾ കൂടുതൽ ശക്തമാകും എന്നുള്ളത് പറയുവാൻ സാധിക്കാത്തൊരു ഘട്ടമാണ്. പ്രത്യേകിച്ചും ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കുള്ളൊരു സാധ്യത ഉച്ചയ്ക്ക് ശേഷം നിലനിൽക്കുന്ന ഒരു പശ്ചാത്തലം കൂടിയുണ്ട്. അപ്പോൾ എല്ലാവരും അലർട്ടുകൾ ശ്രദ്ധിക്കുക. ഒപ്പം തന്നെ സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി നൽകുന്ന നിർദ്ദേശങ്ങൾ അതുകൂടി കൃത്യമായി പാലിച്ച് മുന്നോട്ട് പോകുക എന്നുള്ളത് തന്നെയാണ് മനു. ഓക്കെ, താങ്ക് യു ഷീജ. ഷീജയാണ് തിരുവനന്തപുരത്ത് നിന്ന് ഈ മഴയുടെ സമഗ്രമായ വിവരങ്ങൾ നമുക്ക് നൽകിയത്. അപ്പോൾ മഴയുടെ സാധ്യതയുണ്ട്. അലർട്ട് ഇല്ലെങ്കിൽ പോലും നമ്മളൊന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. കാരണം ഇപ്പോഴത്തെ ഒരു മഴ എന്ന് പറയുന്നത് പെയ്യുമ്പോൾ ഭയങ്കരമായിട്ട് അങ്ങ് പെയ്യും. കുറച്ച് സമയമാണെങ്കിൽ പോലും വലിയ തോതിൽ മഴ പെയ്തിറങ്ങുന്നതാണ് കാണാൻ കഴിയുന്നത്. വലിയ അപകടം സൃഷ്ടിക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു ജാഗ്രത പാലിക്കണം. ഈ മാസം അവസാനം വരെ മഴ പെയ്യാൻ സാധ്യതയുണ്ട് എന്നാണ് ഇപ്പോൾ മുന്നറിയിപ്പ് വന്നിരിക്കുന്നത്. ഈ ലാലിന എന്ന് പറയുന്നൊരു പ്രതിഭാസമുണ്ട്. അത് വൈകുന്നത് കൊണ്ടാണ് മഴയുണ്ടാകുന്നത് എന്നാണ് കഴിഞ്ഞ ദിവസം ഞാൻ എവിടെയോ കേട്ടത്. എനിക്കതിനെക്കുറിച്ച് വ്യക്തമായിട്ട് അറിയില്ല.